ലോകത്തിൽ രണ്ട് ഇൻഡസ്ട്രിയാണ് അതിൻ്റെ ഉപഭോക്താക്കളെ യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇല്ലീഗൽ ഡ്രഗ്സും സോഷ്യൽ മീഡിയാസും. കാരണം ഇവ രണ്ടിലും ഉന്നം വയ്ക്കപ്പെടുന്നത്, ഉൽപ്പന്നങ്ങളായി മാറുന്നത് അതിൻ്റെ ഉപഭോക്താക്കളാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു ഇൻസ്പയറിംഗ് ഫ്രീക്ക്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നത് മൊബൈൽ ഫോണിൽ ചെലവഴിക്കുമ്പോഴാണ്. എൻ്റെ ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസിലാണ്. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വാട്സപ്പിലോ ഒക്കെയാണ് ഞാൻ എൻ്റെ ദിവസത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഫോൺ ഉപയോഗം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ചില ചിന്തകളും ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മൊബൈൽ ഫോൺ നമ്മുടെ കൈകളിലേക്ക് തരുമ്പോൾ ഇതിലുള്ള പല ആപ്പുകളും അഡിക്റ്റീവ് ബിഹേവിയർ ഉള്ളതാണ്. അങ്ങനെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവരുടെ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആപ്പും നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ ആളുകളെ കൂടുതൽ പിടിച്ചിരുത്താനുള്ള സ്ട്രാറ്റജിയാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും പിന്നിലുള്ളത്. വലിയ ബുദ്ധിമാന്മാരായ ചിന്തകരും മനഃശാസ്ത്രജ്ഞന്മാരും സയൻറ്റിസ്റ്റുകളുമെല്ലാമാണ് ഇങ്ങനെയുള്ള സ്ട്രാറ്റജികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമാന്മാരായ പല മനുഷ്യരെ പിടിച്ചിരുത്താൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലധികം സമയം സ്പെൻഡ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിലൊന്നും അത്ഭുതപ്പെടാനില്ല. ദ സോഷ്യൽ ഡിലേമ എന്ന അടുത്തിറങ്ങിയ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൽ പറയുന്ന പല കാര്യങ്ങളും ഒരുപാട് വിലപ്പെട്ടതാണ്, നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നതാണ്. ഫേസ്ബുക്ക് പോലെയുള്ള പല വലിയ കമ്പനികളിലും ജോലി ചെയ്തിട്ടുള്ളവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്, ആ കമ്പനികളുടെ സ്ട്രാറ്റജികൾ പങ്കുവെക്കുകയാണ്. അതിലൊരിടത്ത് പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന നിറം കണ്ടെത്താൻ 60,000 കളർ കോമ്പിനേഷൻ വരെ കമ്പനി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഈ കമ്പനികൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ തലച്ചോറിനെക്കുറിച്ച് പഠനം നടത്തുകയും ഏത് നിറങ്ങളാണ് മനുഷ്യനെ കൂടുതൽ ആകർഷിക്കുന്നത്, എന്ത് തരത്തിലുള്ള കണ്ടന്റുകളാണ് മനുഷ്യനെ കൂടുതൽ പിടിച്ചിരുത്തുന്നത്, ഇതിനപ്പുറത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമ്മുടെ സ്വഭാവരീതി പഠിക്കുകയും നമുക്കിഷ്ടപ്പെട്ട കണ്ടന്റുകളെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെയുള്ള കണ്ടന്റുകൾ തുടർച്ചയായി നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരികയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കണം, നമ്മൾ അവിടെ കൂടുതൽ ഇടപെടണം. ഇതിനെക്കുറിച്ച് അവെയറായിട്ട് തന്നെ വേണം നമ്മൾ ഈ ആപ്പുകളെല്ലാം ഉപയോഗിക്കാനും നമ്മുടെ മൊബൈൽ ഫോണിൽ സമയം സ്പെൻഡ് ചെയ്യാനും. പലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാവും, ഞാൻ കൂടുതൽ നേരം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, ഞാനൊരു മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണെന്നൊക്കെ. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാനും അല്ലെങ്കിൽ കൂടുതൽ നന്നായി ഉപയോഗിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ചില പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഫിക്സ് ദ ടൈം. നമ്മൾ പലർക്കും ഉള്ളൊരു ശീലമാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വാട്സപ്പ് നോക്കുക. ആരെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടോ, ഇപ്പം തന്നെ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും വരുന്ന മെസ്സേജുകൾ ഒരിക്കലും ഇമ്മീഡിയറ്റ് അല്ല. നമ്മുടെ സോഷ്യൽ മീഡിയാസ് ചെക്ക് ചെയ്യാൻ ദിവസത്തിൽ 3 ടൈം സ്ലോട്ടുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് രാവിലെ ഒരു 10 മിനിറ്റ്, ഉച്ചയ്ക്ക് ഒരു സമയത്ത് 10 മിനിറ്റ്, അതുപോലെ തന്നെ രാത്രി അല്ലെങ്കിൽ വൈകിട്ടും ഒരു 10 മിനിറ്റ്. ഇതിൽ കൂടുതൽ സമയം നമ്മൾ ചാറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെലവഴിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജസ് ചെക്ക് ചെയ്യാനായിട്ട് ചെലവഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലധികം സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഒരു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മണിക്കൂറിൽ 3 പ്രാവശ്യം നമ്മൾ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു 5 മിനിറ്റ് വീതമായിരിക്കും നമ്മൾ ഓരോ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ പോലും ഒരു മണിക്കൂറിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 15 മിനിറ്റാണ്. അതായത് 4 മണിക്കൂറാകുമ്പോൾ 1 മണിക്കൂർ നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞു. നമ്മൾ പോലും അറിയാതെ ഇത്രയും സമയം നമ്മുടെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, ഫിക്സ് ദ ടൈം. രണ്ടാമത്തെ കാര്യമാണ് മോണിറ്റർ യുവർ യൂസ്. അതായത് നമ്മൾ എവിടെയാണ് സമയം ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് പല ആപ്പുകളും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മൾ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട്, ഏത് ആപ്പിലാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്, നമ്മുടെ സ്ക്രീൻ ടൈം എന്തോരമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മിക്ക ഫോണുകളിലും ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ സെറ്റിങ്സിൽ പോയാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ ഇതിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്റ്റേ ഫ്രീ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, ആക്ഷൻ ഡാഷ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ നിയന്ത്രിക്കാനുള്ള വഴികൾ തേടുക എന്നുള്ളതാണ് ഈ കാര്യം. മോണിറ്റർ യുവർ യൂസ്. മൂന്നാമത്തെ കാര്യമാണ് കീപ്പ് ഇറ്റ് അവേ. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന, നമ്മൾ പഠിക്കുന്ന മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മാറ്റിവെക്കുക. നമ്മൾ എന്തെങ്കിലും ആഴമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഫോണിരുന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഡൻസി ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, എന്താണ് സംഭവം നോക്കുക. കാരണം നമ്മുടെയൊക്കെ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും വായിക്കാനിരിക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും പഠിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതാനിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോൺ നമ്മുടെ അടുത്ത് നിന്ന് മാക്സിമം മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴികളിലൊന്ന്. നാലാമത്തെ കാര്യം, ഗോ വിത്ത് ആൻ നെയിം. നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ എന്തിനാണ് എടുക്കുന്നത് എന്ന് നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. നമ്മൾ യൂട്യൂബിൽ കയറുമ്പോൾ നമ്മൾ എന്ത് കണ്ടന്റ് തേടിയാണ് പോകുന്നത്
നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് നമ്മൾ വെറുതെ യൂട്യൂബിലേക്ക് കയറുമ്പോൾ യൂട്യൂബ് ഇങ്ങോട്ട് പറയുന്ന പല കാര്യങ്ങളുമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ആപ്പിലോട്ട് കയറുമ്പോൾ ആ ആപ്പ് ഇങ്ങോട്ട് പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. മറിച്ച് നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ഈ ആപ്പിൽ കയറുന്നത് ഇന്ന കണ്ടന്റിനെ കുറിച്ച് പഠിക്കാനാണ്, ഇന്ന കാര്യത്തെക്കുറിച്ച് അറിയാനാണ്. അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഹോം ഫീഡിൽ വരുന്നതിനെ വെറുതെ പരതി നടന്ന് നമ്മുടെ സമയം കളയരുത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു സ്റ്റെപ്പാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഓഫ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു 2-3 ദിവസം നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കിയിട്ടാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം യൂസ്ലെസ് ആയിരുന്നു നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത്. ഗൂഗിൾ പേ, അതുപോലെ നമ്മൾ പൈസ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില ആപ്പുകൾ, ഈ ആപ്പുകളുടെ മാത്രം നോട്ടിഫിക്കേഷനുകൾ ഓൺ ആക്കിയിട്ടാൽ മതി. ബാക്കി എല്ലാ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിടുക. 5-ാമത്തെ കാര്യം, ലേൺ ടു സിറ്റ് സിംപ്ലി. നമ്മുടെ ഇന്നത്തെ ലോകത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്തെങ്കിലും ചെയ്യണം, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു ചിന്തയുണ്ട്. ഒരു ഇച്ചിരി സമയം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ അപ്പോൾ തന്നെ നമ്മൾ ഫോൺ എടുത്ത് എന്തെങ്കിലും തോണ്ടാനും എന്തെങ്കിലുമൊക്കെ ആപ്പിൽ കയറാനും നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. വെറുതെ ഇരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളുമായിട്ട് നിശബ്ദമായിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ട് ചുമ്മാ പുറത്തോട്ട് നോക്കിയിരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിശബ്ദത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള വേൾഡിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എല്ലായിടത്തും കണ്ടന്റുകളാണ്, എല്ലായിടത്തും അറിവുകളാണ്. അപ്പോൾ നമുക്കൊരു ഫോക്കസ് കിട്ടാനും ഈ നിശബ്ദത നമ്മളെ സഹായിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് പ്രോ ആക്റ്റീവ് യൂസ്. അതായത് വെറും യൂസറായിട്ടിരിക്കാതെ ഫോണിനെ നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ കോഴ്സ് പഠിക്കുക. നമുക്കറിയാം യൂട്യൂബിൽ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട്. അവരിങ്ങനെ പ്ലേലിസ്റ്റ് ആയിട്ട് ഒരുപാട് നല്ല നല്ല കോഴ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഒരുപാട് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും വെബ്സൈറ്റ് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങോ റൈറ്റിങ്ങോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസോ എന്തുമായിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു പുതിയ കാര്യം നന്നായിട്ട് പഠിക്കാൻ വേണ്ടി കമ്മിറ്റഡ് ആവുക, തീരുമാനമെടുക്കുക. എല്ലാ ദിവസവും 1 മണിക്കൂറോ 2 മണിക്കൂറോ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. ഖാൻ അക്കാഡമി പോലുള്ള സൈറ്റുകളിൽ കയറിയാൽ നമുക്ക് ഇഷ്ടം പോലെ ക്ലാസ്സുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അതുപോലെ എന്തെങ്കിലും പഠിക്കാൻ തീരുമാനമെടുക്കുക. അതാണ് സ്റ്റാർട്ട് പ്രോ ആക്റ്റീവ് യൂസ്. അടുത്ത കാര്യം, ഓൾവേസ് റീഡ് എ ബുക്ക്. മൊബൈൽ ഫോണിൻ്റെ പ്രോയാക്റ്റീവ് യൂസിനോട് ചേർന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണിത്. ഇന്ന് നമുക്ക് ഓൺലൈൻ നോക്കിയാൽ തന്നെ ഒരുപാട് പുസ്തകങ്ങളുടെ PDF-കളും ഒരുപാട് പുസ്തകങ്ങളും ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വായിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വായിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഇങ്ങനെ വായിച്ചാൽ നമുക്കൊരു കാര്യം ആഴത്തിൽ പഠിക്കാൻ പറ്റില്ല. നമ്മൾ ആഴത്തിൽ പഠിക്കണമെങ്കിൽ ലോങ് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കണം. അതിനാണ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും പുസ്തകങ്ങൾ എല്ലാ ദിവസവും വായിക്കുക എന്നുള്ളതാണ്. ഓൾവേസ് റീഡ് എ ബുക്ക്. അടുത്ത കാര്യം അവസാനമായിട്ട് പറയാനുള്ളതാണ്, ബി റെസ്പോൺസിബിൾ. നമ്മുടെ മൊബൈൽ ഫോൺ നിയന്ത്രണം നമുക്ക് വേറെ ആരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് പറയാൻ പറ്റില്ല. വേറെ ആർക്കും ഇത് മാറ്റാനും പറ്റത്തില്ല. നമ്മുടെ സമയത്തിന് നമ്മൾ ഉത്തരവാദിയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മളാണ് റെസ്പോൺസിബിൾ. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. ആ സമയമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും നമ്മൾ മൊബൈൽ ഫോണിലും ചെലവഴിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. നമ്മുടെ ഒരു നല്ല ചിന്തയോ നമ്മുടെ ഒരു നല്ല ആശയമോ നമ്മുടെ ഒരു നല്ല തുടക്കമോ ഒക്കെ ആയിരിക്കും നാളെ ചിലപ്പോൾ ലോകത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ സമയം നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. അതുകൊണ്ട് ബി റെസ്പോൺസിബിൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാത്തിൻ്റെയും മാറ്റം ഇരിക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്നിടത്താണ്. നമ്മൾ എന്ന് മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നോ, കുറച്ച് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നോ, അന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു നോക്കും. ഓരോ ദിവസവും നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നതോറും നമ്മുടെ അഡിക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ ടെൻഡൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. മൊബൈൽ ഫോൺ അഡിക്ഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം. ഇൻസ്പയറിംഗ് ഫ്രീക്ക്.